18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാംഗമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുന്നു. താൽക്കാലിക കുഴിയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ തീരുമാനം. തൃശൂർ നഗരത്തിലെ നടപ്പാതയിലെ വൃത്തിഹീനമായി കിടന്ന കൈവരികൾ പെയിന്റ് അടിച്ച് നവീകരിച്ചു തുടങ്ങി. ലേണിംഗ് സിറ്റിയുടെ ഭാഗമായാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത്. നാട്ടിക മണ്ഡലത്തിലെ നവകേരള സദസ്സ് അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിന് സ്പീക്കർ റഫർ ചെയ്തു. കൊല്ലൂർ ബോട്ടുജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ കീമാൻ മരിച്ചു. ഒടുവിൽ സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടശങ്കടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിലെ ആദ്യ സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രിയുടേതായിരുന്നു. തുടർന്നായിരുന്നു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ അദ്ദേഹം സഭയിൽ പ്രതിപക്ഷം മാന്യത പുലർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം സഭയിലെത്തിയത്. സഭാ സമ്മേളനത്തിന് BJPയുടെ ഭർതൃഹരി മഹ്താബാണ് പ്രോ ടൈം സ്പീക്കറായിരുന്നത്. BJD അംഗമായിരുന്ന ഭർതൃഹരി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് BJPയിൽ ചേർന്നത്. അതേസമയം പ്രോ ടൈം സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നുവെങ്കിലും BJP അംഗത്തെ തന്നെ ചുമതലയേൽപ്പിക്കുകയായിരുന്നു. ഇതോടെ പ്രോ ടൈം സ്പീക്കർ പാനലിൽ നിന്നും ഇന്ത്യ സഖ്യം പിന്മാറി. കേരളത്തിൽ നിന്നുള്ള MPമാർ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। ലോക്സഭാ അംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിൽ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിയത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യത്തെ ലോക്സഭാ അംഗമാണ്. തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ അടച്ചു തുടങ്ങി. പുഴയ്ക്കലിനും ചൂണ്ടൽ മഴുവഞ്ചേരി ഭാഗങ്ങളിലുമാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്നത്. 29 ലക്ഷം രൂപയാണ് കുഴികൾ അടയ്ക്കാൻ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വഴിതിരിച്ചുവിട്ടിരുന്നു. 3 ദിവസം കൊണ്ട് കുഴിയടയ്ക്കൽ തീർക്കുവാനാണ് നീക്കം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുകയാണ്. താൽക്കാലിക കുഴിയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. നട്ടം തിരിഞ്ഞ് യാത്രക്കാർ.
തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ദുരിതയാത്രയെ സംബന്ധിച്ച് വാർത്തകൾ വീണ്ടും വീണ്ടും നൽകേണ്ട ഗതികേടിലാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ. ഇന്നു മുതൽ ആരംഭിച്ച താൽക്കാലിക കുഴിയടക്കൽ പക്ഷേ വേണ്ടത്ര ഫലപ്രദമല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. കുഴിമൂടൽ നടക്കുന്നുണ്ട്, അടുത്ത മഴ കഴിയുമ്പോൾ അത് ഒഴിച്ചു പോകും. അത് നന്നാകത്തൊന്നുമില്ല. കാരണം റോഡ് പണി എന്ന് പറഞ്ഞാൽ താറിട്ട് ചെയ്താലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. കുറഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഈ കാണിക്കുന്ന മൊത്തം ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. 2 വലിയ കുഴിയുണ്ട് ഇതേപോലെ തന്നെ. അതിന്ന് രാവിലെ ഞങ്ങൾ കല്ലിട്ട് മൂടിയതാണ്. ആഴത്തിലുള്ള കുഴിയാണ്. ഈ ബസ്സുകൾ പോണ ഫോട്ടോ അതേപോലെ തന്നെയാണ്. ക്വാറി വേസ്റ്റുകൾ നികത്തിയാണ് ഭൂരിഭാഗം കുഴികളും അടയ്ക്കുന്നത്. മഴ മാറി വെയിലാകുമ്പോൾ മെറ്റലുകൾ തെളിഞ്ഞ് ഇത് വലിയ അപകടങ്ങൾക്ക് മറ്റും വഴിതെളിക്കുമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ കുഴികളും വെള്ളക്കെട്ടും ഒന്നും തിരിച്ചറിയാതെ അതിലേക്ക് വന്ന് പതിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നിരന്തരം ഇവിടെ അപകടമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീണതാണ്. കാരണം വണ്ടി പെട്ടെന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ പെട്ടെന്ന് സ്കിഡാവും. എന്നാൽ മഴയാണ്, റോഡിൽ കുഴി കണ്ട് പെട്ടെന്ന് ചവിട്ടിയാൽ തെന്നും. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ പലരും ഈ റോഡുകൾ ഉപേക്ഷിച്ച് മറ്റ് ബദൽ റോഡുകൾ തങ്ങളുടെ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എന്നാൽ പോലും ഇതേ റൂട്ടുകളിൽ സഞ്ചരിക്കേണ്ട ആളുകൾ ഈ യാത്രാ ദുരിതം പേറുകയാണ് ഇപ്പോഴും. ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്താണ്. മുണ്ടൂരും കഴിഞ്ഞ് ചൂണ്ടലിലുള്ളിടത്തൊന്നും നമുക്ക് വണ്ടിന് യാത്ര ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഉള്ള എല്ലാ വണ്ടിയുടെയും കംപ്ലൈൻറ്റുകൾ, പിന്നെ ലേറ്റ് ആവുന്നത്, പിന്നെ കുഴി എല്ലാം കൂടി ഭയങ്കര പ്രശ്നമാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുഴി ഏതാ വെള്ളം ഏതാ ഒന്നും പിടുത്തം കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു പോകുക ഒരു വണ്ടിക്കാരും. റോഡിൻ്റെ ദുരവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ വെട്ടിലായത് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളുടെ സർവീസുകളെയുമാണ്. കൃത്യസമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. ഇതുമൂലം സർവീസുകൾ റദ്ദാക്കേണ്ട അവസ്ഥ. ഒടുവിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ഇന്ന് താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് കേവലം ഒരു ഓട്ടയടക്കൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് കൃത്യസമയത്ത് എത്തിച്ചേരാനോ അതുപോലെ തന്നെ ട്രിപ്പുകൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 26-ാം തീയതി ബുധനാഴ്ച മുതൽ ഈ മേഖലയിലേക്ക് ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുകയാണ്. രോഗികളുമായി പോകുന്ന വാഹനങ്ങളും ആംബുലൻസുകളും അടക്കം കുഴിയിലും കുരുക്കിലും പെടുന്നത് ഇവിടെ നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ ഉടനെ ഒന്നും തീരില്ല എന്ന് ഉറപ്പായ ഈ റോഡിലെ കുഴികൾ താൽക്കാലികമായി മാത്രം അടച്ചതുകൊണ്ട് പ്രശ്നപരിഹാരമാകുമോ എന്നുള്ളതാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം. റോഡിലെ കുഴികൾക്ക് താൽക്കാലികമായല്ല ശാശ്വതമായ പരിഹാരമാണ് യാത്രക്കാരും ഡ്രൈവർമാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കുന്നംകുളം റോഡിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തളച്ചിറ, TCV. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നടവരമ്പ് അണ്ടാണിക്കുളം ഭാഗത്തു നിന്നും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുവാനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉടൻ ആരംഭിക്കുവാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുവാനും പുരോഗതി പൊതുമരാമത്ത് സെക്രട്ടറി നേരിട്ട് നിരീക്ഷിക്കുവാനും ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും യോഗം നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K. ബിജു വരും ദിവസങ്ങളിൽ റോഡുകൾ സന്ദർശിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കും. നിർമ്മാണ പ്രവൃത്തികളുടെ സുഗമമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ, ബസ്സുടമകൾ എന്നിവരുമായി ശനിയാഴ്ച കളക്ടറേറ്റിൽ ചർച്ച നടത്തും. യോഗത്തിൽ റവന്യൂ മന്ത്രി K. രാജൻ, മന്ത്രി R. ബിന്ദു, MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി, VR സുനിൽകുമാർ, CC മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. തൃശൂർ നഗരത്തിലെ നടപ്പാതയിലെ കൈവരികൾ പെയിന്റ് അടിച്ച് നവീകരിച്ചു തുടങ്ങി. കാലങ്ങളായി പരസ്യങ്ങളും പോസ്റ്ററുകളും ഒട്ടിച്ച് വൃത്തിഹീനമായി കിടന്ന കൈവരികളാണ് പെയിന്റ് അടിച്ച് നവീകരിക്കുന്നത്. തൃശൂർ സ്വരാജ് റൌണ്ടിന് ചുറ്റുമുള്ള നടപ്പാതയിലും MO റോഡിലും സെന്റ് തോമസ് കോളേജ് റോഡിലുമാണ് നടപ്പാതകളിൽ കൈവരികൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നത്. ഈ കൈവരികളിൽ സ്വകാര്യ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ പരസ്യ കരാർ കഴിഞ്ഞതോടെ കോർപ്പറേഷനും തിരിഞ്ഞു നോക്കാതെയായി. കൈവരികളും പരസ്യ ബോക്സുകളും പെയിന്റ് നഷ്ടപ്പെട്ട് വൃത്തിഹീനമായി. ഇതിനിടയിൽ സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും സമരക്കാരുമെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായി പരസ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ കൈവരികൾ കൂടുതൽ വൃത്തിഹീനമായി. കൈവരികൾ പെയിന്റ് അടിച്ച് നവീകരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പരസ്യ ബോക്സുകൾ എടുത്തുമാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ലേണിംഗ് സിറ്റിയുടെ ഭാഗമായാണ് നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത്.
ചില സ്ഥലങ്ങളിൽ കൈവരികളായി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ നഷ്ടപ്പെടുകയും ചിലയിടങ്ങളിൽ അവ തകർന്ന നിലയിലുമാണ്. തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ നന്നാക്കാതെ തന്നെയാണ് പെയിന്റടി നടത്തുന്നത്. പണികൾ പൂർത്തിയാകുന്നതോടെ തൃശൂർ നഗരം കുറച്ചുകൂടി വൃത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ. കാണുന്നിടത്തെല്ലാം അനുമതിയില്ലാതെ പരസ്യം പതിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന കോർപ്പറേഷൻ മുന്നറിയിപ്പിനെ പോലും അവഗണിച്ച് ഇപ്പോഴും അനധികൃത പരസ്യങ്ങൾ നാൾക്കുനാൾ പെരുകുകയാണ്. പൊതുസ്ഥലം വൃത്തികേടാക്കുന്ന ഇത്തരം ഹീനപ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. നാട്ടിക നിയോജകമണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സ് ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ AN ഷംസീർ റഫർ ചെയ്തു. നവകേരള സദസ്സിന്റെ ഭാഗമായി നാട്ടിക നിയോജകമണ്ഡലത്തിൽ CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ നടത്തിയത്. തുടക്കത്തിൽ തന്നെ MLAയും ഡിവൈഎസ്പിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. സംഘാടക സമിതി സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് അനാവശ്യമായി അഴിച്ചുമാറ്റിയെന്നും ചടങ്ങിന്റെ ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ കൊണ്ടുവന്ന ഡ്രോൺ പറത്തുന്നതിന് കളക്ടറുടെയും SP-യുടെയും അനുമതി ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷ് എൻ ശങ്കർ തടസ്സപ്പെടുത്തിയെന്നുമാണ് MLAയുടെ പരാതി. കുടിവെള്ള വിതരണവും ലഘുഭക്ഷണ വിതരണവും ഡിവൈഎസ്പിയുടെ പ്രവൃത്തികൾ മൂലം താളം തെറ്റിയതായി MLA ആരോപിച്ചിരുന്നു. ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ വിമർശനം MLA നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെ വേദിയിൽ മന്ത്രിമാർ ഇരിക്കെ ഉന്നയിച്ചിരുന്നു. ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് മറ്റു പല കാര്യങ്ങളിലും വിഷമങ്ങൾ നേരിട്ടതോടെ നവകേരള സദസ്സിന്റെ ശോഭ നഷ്ടപ്പെട്ടതായി MLA സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. MLA നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്കും തൃശൂർ റൂറൽ SP-ക്കും 2 മാസം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായ അന്വേഷണം നടത്താതെ സലീഷ് എൻ ശങ്കറിനെ അനുകൂലിച്ച് തൃശൂർ റൂറൽ SP റിപ്പോർട്ട് നൽകിയതെന്നാണ് കണ്ടെത്തൽ. DYSP ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇത് തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി റഫർ ചെയ്തത്. സംഘാടക സമിതി അംഗങ്ങളോട് പോലും അന്വേഷണം നടത്താതെ വ്യാജ റിപ്പോർട്ടാണ് തൃശൂർ റൂറൽ SP സമർപ്പിച്ചതെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന വകുപ്പ് തല സ്വാധീനം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കേസിൽ ഉണ്ടായതെന്നും CC മുകുന്ദൻ MLAയുടെ ഓഫീസ് അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഉല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. വടൂക്കര SN നഗർ ചന്ദ്രിക ലൈനിൽ കൂനിറ വീട്ടിൽ 55 വയസ്സുള്ള ഉത്തമനാണ് മരിച്ചത്. ഉല്ലൂർ ഗാങ് നമ്പർ 2-ലെ കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിനടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എഞ്ചിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാനായത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കണ്ടശങ്കടവിൽ അരിവ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ഏരമാക്കൽ ട്രേഡേഴ്സ് ഉടമ അരിമ്പൂർ കൈമടത്തിൽ അന്തോണി മകൻ 65 വയസ്സുള്ള ആന്റുവാണ് മരിച്ചത്. വീടിന്റെ ടെറസിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി കയറിയപ്പോൾ കാൽ വഴുതി വീണതാകാമെന്നാണ് നിഗമനം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. 2076 സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇത്തവണ നേരത്തെയാണ് ക്ലാസുകൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 5-ാം തീയതിയായിരുന്നു ക്ലാസുകൾ ആരംഭിച്ചത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിൽ +1 സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിവരുന്ന സമരപ്രക്ഷോഭങ്ങൾക്കിടയിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. വിഷയത്തിൽ തൽക്കാലം സീറ്റ് വർദ്ധിപ്പിക്കാനില്ലെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. തൃശൂർ ജില്ലയിൽ വൈറൽ പനി കൂടുന്നു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ പനിബാധിതരുടെ എണ്ണം 12,000 കടന്നു. ദിവസവും 1000-ഓളം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. 2 മുതൽ 5 ദിവസം വരെയാണ് പലർക്കും പനി നീണ്ടു നിൽക്കുന്നത്. പനി മാറിയാലും ശരീരക്ഷീണം വിട്ടുമാറാൻ ദിവസങ്ങളെടുക്കുന്നുണ്ട്. ഇതിനിടെ ഡെങ്കിപ്പനി ബാധിക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ജൂൺ മാസം ഇതുവരെ 104 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത്. പനിയും ഡെങ്കിപ്പനിയും വ്യാപിച്ചതോടെ വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മുരിങ്ങക്കായ്ക്ക് വില 200 കടന്നു. 1 കിലോ മുരിങ്ങക്കായ്ക്ക് 225 രൂപയാണ് തൃശൂർ ശക്തൻ മൊത്ത മാർക്കറ്റിലെ വില. അതേസമയം കൂടുതൽ ലോഡ് പച്ചക്കറി എത്തിയതോടെ പച്ചക്കറികളുടെ വില താഴ്ന്നു തുടങ്ങി. 100 രൂപയുണ്ടായിരുന്ന ബീൻസിന്റെ വില 20 രൂപ കുറഞ്ഞ് 80 രൂപയായി. തക്കാളിയുടെ വിലയും നേരിയ തോതിൽ കുറഞ്ഞു. ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയ്ക്ക് കിലോ 50 രൂപയും അമരയ്ക്കയ്ക്ക് 60 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത ആഴ്ചയോടെ പച്ചക്കറികൾക്ക് വില കുറയുമെന്ന് വ്യാപാരികൾ പറഞ്ഞു.
പെൻഷനാവുന്നതോടെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ കേരള സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കേഡർ പോലീസുകാർ പരമാവധി പ്രവർത്തിക്കുന്നവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. JB മേത്തർ MP അധ്യക്ഷത വഹിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ്, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ, സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഞാനവിടെ ഈ ഗവർണർ എന്നുള്ള നിലയിൽ, ചാൻസലർ എന്നുള്ള നിലയിൽ 50 സർവകലാശാലകൾ മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കുവാനുള്ള പഞ്ചായത്ത് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് മാങ്കുറ്റിപ്പാടത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭാ യോഗം ആവശ്യപ്പെട്ടു. ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള സംഭരണ കേന്ദ്രം ആരംഭിക്കുന്നത് ക്രിമിറ്റോറിയത്തിന്റെ പൗത്രതയെ ബാധിക്കുമെന്നതിനാൽ MCF പഞ്ചായത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. മാങ്കുറ്റിപ്പാടത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലാണ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. 40 സെന്റോളം വരുന്ന ശ്മശാന ഭൂമിയുടെ 28 സെന്റ് ഉപയോഗപ്പെടുത്തിയാണ് ക്രിമിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള MCF സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുൻപേ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ മാങ്കുറ്റിപ്പാടം വാർഡിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തിങ്കളാഴ്ച മാങ്കുറ്റിപ്പാടം അങ്കണവാടി ഹാളിൽ പ്രത്യേക ഗ്രാമസഭ നടന്നത്. MCFൽ ആധുനിക രീതിയിൽ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നതെന്നും യാതൊരു തരത്തിലുള്ള മലിനീകരണമോ പരിസ്ഥിതി പ്രശ്നമോ ഇവിടെ ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും തദ്ദേശ വകുപ്പ് ജില്ലാ കോഓർഡിനേറ്ററും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്ററും അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്ത വാർഡിലെ ജനങ്ങൾ MCF സ്ഥാപിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന് യാതൊരു തർക്കമില്ലാത്ത സംഗതിയാണ്. കാരണം അത് അവരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണ്. നമ്മുടെയൊക്കെ വിശ്വാസങ്ങളനുസരിച്ച് മരണശേഷം അവർ നിത്യവിശ്രമം കൊള്ളുന്നവരുടെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവർക്ക് വിധിക്കപ്പെട്ട ഏരിയയിൽ കിടക്കണം. അവിടെ ഈ മാലിന്യം പറഞ്ഞ് ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരിക്കലും ഒരു മാലിന്യം. യോഗത്തിൽ പങ്കെടുത്ത TK സ്വാമിക്കുട്ടി, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, മുൻ വാർഡ് മെമ്പർ ബീന നന്ദകുമാർ, ബിനോയ്, VM ചന്ദ്രൻ, IR അരവിന്ദാക്ഷൻ, എൽദോ പാലായിൽ, ഔസേബ് കോപ്ലി എന്നിവർ MCF സ്ഥാപിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസാരിച്ചു. ജനങ്ങളുടെ എതിർപ്പ് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതിയും സെക്രട്ടറി M ശാലിനിയും ഗ്രാമസഭാ യോഗത്തിൽ അറിയിച്ചു. MCFന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം ഇത്രയും പേര് നമ്മൾ എത്തിയിട്ടുള്ളത് ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചോളൂ. എനിക്കും നിങ്ങളോട് സംസാരിക്കാം. ഈ പഞ്ചായത്തിലെ പ്രഥമ വനിത എന്ന രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനും ബോധവൽക്കരിക്കാനും കിട്ടുന്ന അവസരം അത് പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡ് മെമ്പർ ശിവരാമൻ പോതിയിൽ, തദ്ദേശ വകുപ്പ് ജില്ലാ കോഓർഡിനേറ്റർ ഷെഫീഖ്, ശുചിത്വ മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ മനോജ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടകര. മാള പൊയ്യയിൽ കൂട്ടുകാരോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പൊയ്യ കാട്ടുപുറമിൽ 32 വയസ്സുള്ള സുബീഷാണ് മരിച്ചത്. മത്സ്യഫാമുമായി ബന്ധപ്പെട്ട തോട്ടിൽ നിന്ന് ചെളി നീക്കം ചെയ്ത കുഴിയിലാണ് മുങ്ങിത്താഴുന്നത്. ഉടൻ തന്നെ സുബീഷിനെ കരയിലേക്ക് കയറ്റി കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മിൽമ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി അഡീഷണൽ ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. അടുത്ത മാസം 15-ാം തീയതിക്കകം ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അഡീഷണൽ ലേബർ കമ്മീഷണർ ഉറപ്പ് നൽകി. ശമ്പളം നൽകിയില്ലെങ്കിൽ ജൂലൈ 15-ാം തീയതി അർദ്ധരാത്രി മുതൽ സമരം തുടങ്ങുമെന്ന് മിൽമ യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ചെറുതുരുത്തിയിൽ റെയിൽവേ ട്രാക്കിൽ കല്ല് വെച്ചെന്ന സംശയത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കലാമണ്ഡലത്തിന് സമീപത്തുള്ള മേൽപ്പാലത്തിന് സമീപത്താണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കടന്നുപോയ ട്രെയിൻ സാധാരണയിൽ വ്യത്യസ്തമായുള്ള ഇളക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റ് റെയിൽവേ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല.
ഏനമാവ് കെട്ടുങ്ങൽ റെഗുലേറ്ററിന് സമീപം കാൽ കഴുകുന്നതിനിടെ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കന് രക്ഷകനായി മത്സ്യത്തൊഴിലാളി. ഒഴുക്കിൽപ്പെട്ട മണലൂർ കമ്പനിപ്പടി ചിരുകണ്ടത്ത് രമേശിനെയാണ് ഏനമാവ് കെട്ടുങ്ങൽ പോക്കാക്കില്ലത്ത് റഫീഖ് രക്ഷപ്പെടുത്തിയത്. മണലൂരിൽ അച്ചാർ നിർമ്മാണ കമ്പനി നടത്തുന്ന രമേശ് വൈകുന്നേരങ്ങളിൽ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്തെ സ്ഥിരം സന്ദർശകനാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ രമേശ് കാൽ കഴുകാനിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. നീന്തൽ അറിയാമായിരുന്നുവെങ്കിലും കരകയറാനായില്ല. ഇതിനിടെ രമേശ് ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. പുഴയിൽ നിറഞ്ഞുകിടന്ന വലിയ കുളവാഴക്കൂട്ടം രമേശിന് കച്ചിത്തുരുമ്പായി. 2 മണിക്കൂർ നേരമാണ് രമേശ് കുളവാഴക്കൂട്ടത്തിൽ പിടിച്ചുകിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തിയത്. ഒഴുക്കിൽപ്പെട്ട് ചണ്ടിയും കുളവാഴയും നീങ്ങുന്നതനുസരിച്ച് രമേശും ഒഴുകി. കുളവാഴയ്ക്ക് മുകളിൽ കയറിക്കിടന്ന രമേശിന്റെ ഉറക്കെയുള്ള കരച്ചിൽ പുഴയുടെ തീരത്തുണ്ടായിരുന്നവർ കേട്ടു. ഉടൻ തന്നെ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്ത് മീൻ വിറ്റിരുന്നയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസരത്തുണ്ടായിരുന്ന റഫീഖ് തോണിയുമായി പുഴയിലിറങ്ങി ഒഴുകി നീങ്ങുകയായിരുന്ന രമേശിനെ രക്ഷിക്കുകയായിരുന്നു. 2-3 വഞ്ചിപ്പാട് പുറത്തായിട്ട് ഒരാളിങ്ങനെ ഒഴുകിപ്പോണ്. അപ്പൊ അവിടുന്ന് മണലൂര് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് 1-2 ആൾക്കാർ ടോർച്ച് അടിച്ചെന്ന് ആ കുളവാഴമ്മിലുണ്ട് ആളെന്ന് പറഞ്ഞു. അത് ഞാൻ എന്ത് ചെയ്തു, വഞ്ചി കുളവാഴമ്മിലേക്ക് കയറ്റിയിട്ട് അയാളോട് പറഞ്ഞു വഞ്ചിയിൽ കയറണ്ട. വഞ്ചിയിൽ കയറിയ ഞാനും വഞ്ചിയൊക്കെ മുങ്ങാം, വഞ്ചിയിൽ കയറണ്ട, വഞ്ചിയുടെ കൊമ്പത്ത് ഞെണ്ടിക്കിടുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ആ വഞ്ചിയുടെ കൊമ്പത്ത് ഞെണ്ടിക്കിടുന്നു. അങ്ങനെ ബാക്ക് എടുത്ത് ഞാൻ വഞ്ചി അടുപ്പിച്ചു. അപ്പൊ നല്ല ഒഴുക്കാണ്. അപ്പൊ വഞ്ചി അടുപ്പിച്ചു. അപ്പൊ പിന്നെ ആൾക്കാർ വന്ന്. TCV ന്യൂസ്, പാവറട്ടി. വീട് കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 8.5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ കടാമ്പുള്ളി സ്വദേശി മടപ്പാട്ട് കിഷോർ, പുന്നയൂർ താഴത്തിയിൽ അലി അക്ബർ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വടക്കേക്കാട് കടാമ്പുള്ളി സ്വദേശി അച്ചാരത്ത് വീട്ടിൽ ശിവനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. 2018 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. KBMS കണ്ണൻകുടി ശാഖാ സെക്രട്ടറിയും കണ്ണൻകുടി ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന കണ്ണൻകുടി താളാട്ട് വീട്ടിൽ പ്രദീപ് കുമാറെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷ വിധിച്ചു. കണ്ണൻകുടി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് N വിനോദ് കുമാർ ശിക്ഷിച്ചത്. 2020 ഫെബ്രുവരി 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, അൽജോ P ആന്റണി, എബിൻ ഗോപുരൻ, TG സൗമ്യ തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. നല്ല ആരോഗ്യത്തിനായി ഓടാം എന്ന സന്ദേശവുമായി കൊച്ചി മുതൽ വരന്തരപ്പള്ളി വരെ മാരത്തോൺ സംഘടിപ്പിച്ച് ഒരു കൂട്ടം വയോധികർ. സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത്. തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ പോലും വാഹനത്തെ ആശ്രയിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ വയോധികർ. 53 മുതൽ 75 വയസ്സുവരെയുള്ളവർ ചേർന്ന് കളമശ്ശേരിയിൽ നിന്നും വരന്തരപ്പള്ളി പള്ളിക്കുന്നുവരെ 60 കിലോമീറ്ററാണ് കൂട്ടയോട്ടം നടത്തിയത്. ജോൺസൺ, പോൾ, വിജയൻ, സലിം, സദൻ, വി ശ്രീകുമാർ, സജീഷ് എന്നിവരാണ് ഓട്ടത്തിൽ പങ്കെടുത്തത്. 75 വയസ്സുള്ള ജോൺസനാണ് കൂട്ടത്തിലെ മുതിർന്ന വ്യക്തി. ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുക, വയസ്സൊന്നുമല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നീ സന്ദേശങ്ങളുമായാണ് ഇവർ പ്രായം പോലും മറന്ന് ഓട്ടത്തിൽ പങ്കാളികളായത്. കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിലായിരുന്നു സമാപനം. പള്ളിക്കുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവർക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. വയോധികരെ ആദരിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, സോൾസ് ഓഫ് കൊച്ചിൻ ക്ലബിന്റെ സ്ഥാപകൻ രമേശ് കർത്ത കാഞ്ഞിരമറ്റം, ബിജു മൊയലൻ, TL തോമസ്, ലാജു പോൾ, NR ജോൺസൺ, ബാബു മൊയലൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. TCV പുതുക്കാട്. കേരള ഉച്ചഭാഷിണി വെളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബിൽ അംഗീകരിക്കാതെ തള്ളി സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനെക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കേരള മേഖലാ പ്രസിഡന്റ് എബിൻസ് പവിഴം, LSWAK മേഖലാ സെക്രട്ടറി സണ്ണി റിയാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം സാജ് സുരേഷ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ സെക്രട്ടറി ഷിജോൺ അലൻജീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,600 രൂപ, പവന് 52,800 രൂപ.
വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാ അംഗമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുന്നു. താൽക്കാലിക കുഴയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ തീരുമാനം. തൃശൂർ നഗരത്തിലെ നടപ്പാതയിലെ വൃത്തിഹീനമായി കിടന്ന കൈവരികൾ പെയിന്റ് അടിച്ച് നവീകരിച്ചു തുടങ്ങി. ലേണിംഗ് സിറ്റിയുടെ ഭാഗമായാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത്. നാട്ടിക മണ്ഡലത്തിലെ നവകേരള സദസ്സ് അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിന് സ്പീക്കർ റഫർ ചെയ്തു. കൊല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ കീമാൻ മരിച്ചു. വടുക്കര സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടശങ്കടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.